എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. പ്രത്യേകിച്ച് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ചോദിച്ചു ആരൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് നമുക്ക് സന്തോഷ് പണ്ഡിറ്റുണ്ടെന്ന് പറഞ്ഞു. അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അരുമശിച്ച്. ഞാൻ ഇതുവരെ സന്തോഷം കണ്ടിട്ടില്ല, കാരണം ഇത് ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു മുതലല്ലേ. എല്ലാവർക്കും എന്നെ മതി. സന്തോഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് എന്തും ചെയ്യാനുള്ള ധൈര്യം. ഇതൊക്കെ എന്തും ചെയ്യാനുള്ള ധൈര്യം. തൊലിക്കട്ടി വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, തൊലിക്കട്ടി അത് ഞാൻ പറയില്ല, അതൊന്നും ഞാൻ പറയില്ല. ആണോ? വടക്കം വീരഗാഥയിലെ മമ്മൂക്കയുടെ റോൾ കൊടുത്താലും സന്തോഷം ഒക്കെ എന്ന് പറയും. കിരീടത്തിലെ ലാലേട്ട് അഭിനയിച്ച റോൾ കൊടുത്താലും പറയില്ല അല്ലേ? ഒരു കാര്യങ്ങളും നോ പറയത്തില്ല. കഴിഞ്ഞ പോട്ടാ ചാനലിലൊക്കെ വന്നു കഴിഞ്ഞാല് പുള്ളിക്ക് പുള്ളിയുടേതായ അഭിപ്രായങ്ങൾ വളരെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സമ്മതിച്ചിട്ടുള്ള നഗ്ന സത്യമാണ്. അതിനി കറക്റ്റ് ആണോ കറക്റ്റ് അല്ലെന്നൊന്നും പുള്ളി ചിന്തിക്കാറില്ല, അതങ്ങ് പറയുകയാണ്. അതായത് മറ്റുള്ളവർക്ക് അത് സ്വീകാര്യമാണോ അല്ലേന്നൊക്കെ ഉള്ളത് അത് വേറെ വിഷയം. ഇറ്റ് ഡിപ്പെൻസ്. എല്ലാവർക്കും ഒരു കാര്യത്തിന് എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാവണം എന്നില്ല. അത് ശരിയാണല്ലോ. ടേക്ക് ആൻ എക്സാമ്പിൾ. അല്ല സർ, എന്താ അണ്ണാക്കിൽ വല്ലതും പോയാ? എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു 100 പാകിസ്ഥാൻ്റെ ആൾ മരിച്ചുവെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും, പക്ഷെ അവർക്ക് ദുഃഖമാണ് വരുന്നത്. ഒന്നും മനസ്സിലായില്ല എന്താണ്. ഒരു സ്കൂളിൽ ബെല്ലടിക്കുകയാണെങ്കിൽ ആ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ ഇന്ന് എന്റെ ഒരു ദിവസം തുടങ്ങി എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് വരും. 10 മണിക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ 11 മണിക്ക് അടിക്കുള്ളൂ അല്ലേ? ആക്കരുത്, സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. ഒരു ടീച്ചർ ഹാപ്പിയാണ്, പക്ഷെ ഒരു കുട്ടികളുടെ പെർസെപ്ഷനിൽ നാശം. ഒറ്റ ഷോക്കടി തീരാതെ അമ്മയുടെ കോപ്പിലെ പക്ഷെ ടീച്ചർക്ക് അത് ഹാപ്പിയാണ്. അവിടെ നടന്നിരിക്കുന്ന ബെല്ലടിക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. 2 കസാര എടുത്ത് പ്ലാവിന്റെ വീട്ടിലേക്ക് ഇട്ടാലോ? ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സർ, 1 മിനിറ്റ് സമയം തരൂ, അസഹിഷ്ണുത പാടില്ല. 4 മണിക്ക് ഈ വിഗ് എവിടുന്നാ മേടിച്ചത്? ഇത് വിഗ് സർ സർ ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇത് ശരിക്കുള്ള മുടിയാണോ? സബ്സ്ക്രൈബ് ചെയ്യാമോ? മതിയോ? എന്നാ പിന്നെ ഞാനങ്ങട്